സ്നേഹയുടെ കുറെ നേരമായിട്ട് കട്ടിലിൽ കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു. കുറച്ചു നേരമായി ഒന്ന് മയങ്ങി. ഞാൻ പുറത്തു വന്നിരിക്കാന്ന് കരുതി. ഉറങ്ങാണെങ്കിൽ ഉറങ്ങട്ടെ. എന്തെങ്കിലും വിവരം കിട്ടിയോ? സ്നേഹം നല്ല ഉറക്കമല്ലേ? നിനക്ക് പോകായിരുന്നില്ലേ? പോകാമായിരുന്നു. അത്രയ്ക്ക് മനുഷ്യത്വം എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ. ഞാൻ കൂടെ കൂടെ അരുണിനോട് പറയുന്നുണ്ട്, ഞാനാണ് ചെയ്തതെന്ന് ചിന്തിച്ച് ഒരുപാട് സമയം നഷ്ടപ്പെടുത്തണ്ട. എനിക്കിവിടുന്ന് പോയിട്ട് ഒരു കാര്യവുമില്ല. പോകാൻ സ്ഥലവുമില്ല. എനിക്കിനി എവിടെയായാലും എന്താ? മോള് അരുൺ പറയുന്നതൊന്നും അത്ര കാര്യമാക്കണ്ട. അത് അവന്റെ സങ്കടം കൊണ്ടാ. അരുണിന് സങ്കടമുണ്ട്. മറ്റാരുടെയും സങ്കടം മനസ്സിലാവുകയില്ല. എനിക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്ന് അങ്കിളിന് അറിയില്ലേ? നഷ്ടത്തിന്റെ കണക്കൊന്നും പറയണ്ട. തെറ്റ് ചെയ്തവർ പല രീതിയിലും ശിക്ഷിക്കപ്പെടും. അതെ അരുൺ, ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. ഒരു കുഞ്ഞിനെ പ്രസവിച്ചത് സ്വന്തം ഭർത്താവിനോട് മറച്ചു വെച്ചു. പ്രസവിച്ചിട്ട് പോലും സത്യം പറയാനുള്ള തന്റെ ഇടം കാണിച്ചില്ല. ആ കുഞ്ഞിനെ വേറൊരു കൂട്ടർ ദത്തെടുക്കുന്നതും സ്നേഹിക്കുന്നതും കണ്ടപ്പോ അവളെ അനുഗ്രഹിച്ചു മാറി നിന്നു. അത് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾക്കൊക്കെ നന്മ വരണമെന്ന് വിചാരിച്ച ഒരു കാര്യം ചെയ്തപ്പോ ഞാൻ കരുതിയത് എന്റെ തെറ്റിന് അല്പമെങ്കിലും പശ്ചാത്താപം ആകുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി, കുത്തുവാക്കുകളല്ലാതെ മറ്റൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല ആരിൽ നിന്നും. അരുൺ, പോലീസുകാരെ വിളിച്ചോ? സ്റ്റേഷനിലേക്ക് പോയോ? അവരിപ്പോ എവിടേക്കാ അന്വേഷിക്കുന്നേ? ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ അവര്? എനിക്ക് കുറച്ചു നേരം കൂടി ഉറങ്ങായിരുന്നില്ലേ? പറ്റുന്നില്ല. കണ്ണടച്ച അവള് മുന്നിലുണ്ട്. അവളുടെ ചിരിയുണ്ട്, കളിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു വല്ലാത്ത നിലവിളി, എവിടെയോ അകപ്പെട്ട പോലെ. അമ്മയെന്ന് വിളിച്ച് ശബ്ദം മുറിഞ്ഞു മുറിഞ്ഞു പോവാ. സ്നേഹ, എന്റെ മോള് എവിടെയുണ്ട്? അവള് ഏതോ കുരുക്കില്ല. അവളുടെ ചുറ്റും ആരൊക്കെയുണ്ട്? മോളെ, നീ മുറിയിലേക്ക് ചെല്ല്. അരുൺ, വാ വാ. സ്നേഹയുടെ നില ഇങ്ങനെ തുടരുന്നത് അപകടമാണ്. പലപ്പോഴും നില തെറ്റിയ മാതിരിയാ സംസാരിക്കുന്നത്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റുള്ളവരാരും അത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ അവസ്ഥയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സ്നേഹയുടെ ശ്വാസം എന്ന് പറയുന്നത് എന്റെ മോളാ. അത്രയ്ക്ക് ഭാഗ്യം ചെയ്ത ഒരു മോള് അകന്നു പോവും എവിടെയെങ്കിലും. എല്ലാവരും ഇറങ്ങണം. ഓരോരുത്തർ കഴിയുന്ന വിധത്തിൽ അന്വേഷിക്കണം. മോളെ കണ്ടെത്താൻ അധിക താമസം വേണ്ടി വരില്ല.